സങ്കീർത്തനം 5-ാം സങ്കീർത്തനം, ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നുള്ള തലക്കെട്ടിൽ നാം കാണുന്നു. സ്തോത്രം. വേണുനാദത്തോടെ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന. ഇതിനു മുൻപേ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പ്രാവശ്യം നാം ഈ സങ്കീർത്തനം സഭയിൽ ഒരുമിച്ച് ചിന്തിപ്പാനിടയായിട്ടുണ്ട്. എന്നാൽ ഇന്നലെ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ സ്തോത്രം ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തോട് ഈ സങ്കീർത്തനം മുഖാന്തരം ഇടപെടുകയും ഇന്ന് പകൽക്കാലം നമുക്കിത് ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവം ഇടയാക്കി തീർക്കുകയും ചെയ്തതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം വായിച്ച് ആരംഭിക്കുന്നത് ഇങ്ങനെയാ: യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചും കൂടെ എന്നെ വല്ലാതെ അങ്ങ് ചിന്തിപ്പിച്ചു. കാരണം സാധാരണ നമ്മൾ വായിച്ചു പോകുമ്പോൾ സാധാരണ ഒരു പ്രാർത്ഥനയായിട്ട് നമ്മളതിനെ കരുതാറേ ഉള്ളൂ. ദൈവം എന്നോട് കൃപയുണ്ടാകണമേ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണമേ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനങ്ങൾ. പക്ഷേ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് ഇവിടെ ഇങ്ങനെയാ: ലോർഡ്, എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണം, കൺസിഡർ മൈ ധ്യാനം, മെഡിറ്റേഷൻ എന്നാ. സ്തോത്രം. കൺസിഡർ മൈ മെഡിറ്റേഷൻ. അപ്പം സങ്കീർത്തനക്കാരൻ വളരെ ക്ലിയർ ആയിട്ട് കർത്താവിനോട് പറയാം: കർത്താവ്, എൻ്റെ വാക്ക് അങ്ങ് ശ്രദ്ധിക്കുക, അതോടൊപ്പം എൻ്റെ ഹൃദയത്തിലെ ധ്യാനം ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. സ്തോത്രം. എന്നെ വളരെയധികം ചിന്തിപ്പിക്കാനായിട്ട് ഇടയായി തീർന്ന ഒരു പദപ്രയോഗമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഈ കോൺഫിഡൻസ് ഉണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾ, ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു. ഞങ്ങൾ വീട്ടിലും പലപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നല്ലപോലെ സ്ട്രക്ചർ ചെയ്ത് 4 പേര് കേൾക്കുമ്പോൾ ഭംഗിയുള്ള ഭംഗിവാചകങ്ങളാൽ നിറഞ്ഞ ഒരു കൂട്ടം പദവിന്യാസ പദപ്രയോഗങ്ങളായി തീരുന്നുണ്ടോ എന്നിന്ന് പകൽക്കാലം നമ്മളെ പറ്റി ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഒരുപക്ഷെ നമ്മളങ്ങനെ വളരെ മനോഹരമായി പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അത് വളരെ ഇമ്പമായി തോന്നിയെന്നിരിക്കാം. കേൾക്കുന്നവർക്ക് അയ്യോ എത്ര നല്ല പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിരുന്നിരിക്കാം. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ മറ്റു തരത്തിൽ പറയുക: ഞാൻ എൻ്റെ ഉള്ളം നിന്റെ അടുക്കൽ പകരുന്നു എന്ന് പറയുകയാണ്. സ്തോത്രം. നമ്മുടെ ഉള്ളത്തിൻ്റെ പകരലായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അവരുടെ വായുടെ വാക്കുകളിൽ ദൈവം പ്രസാദിക്കുന്നില്ല, മറിച്ച് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിന് ആവശ്യം നിന്റെ മനോഹരമായ വാക്കുകളല്ല, നീ വളരെ പ്രാസമൊപ്പിച്ച് പറയുന്ന വാക്കുകളല്ല ദൈവത്തിന് ആവശ്യം. മറിച്ച് നീ ഹൃദയ നുറുക്കത്തോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരു വാക്കുച്ചരിച്ചാലും അത് കേട്ട് മറുപടി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വാക്കുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അത്. നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇത് ഞാൻ മുൻപും പറയാറുള്ളതാണ്. അതുകൊണ്ട് സ്തോത്രം, ഒരാവർത്തന വിരസതയായി തോന്നുവാനായിട്ട് സാധ്യതയുണ്ട്. മനുഷ്യനെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം, അല്ലേ? സ്തോത്രം. പക്ഷെ ദൈവത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറയുക. പക്ഷെ കർത്താവ് വീണ്ടും ചോദിക്കുക: എടാ, സത്യമായിട്ട് നീ സ്നേഹിക്കുന്നുണ്ടോ? വീണ്ടും പറയും: ഉവ്വ് കർത്താവേ, അങ്ങ് അറിയുന്നു. അവസാനം പറയുക. സ്തോത്രം. ആദ്യം പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്നു, രണ്ടാമത് പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്നു. കർത്താവ് വീണ്ടും ചോദിച്ചു: നീ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പറയാൻ എളുപ്പമാണ് ദൈവത്തിന്റെ മുമ്പിൽ. പക്ഷേ പ്രിയമുള്ളവരെ, ദൈവം അത് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്തോത്രം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നുള്ളതായിരിക്കണം. സ്തോത്രം. മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. അവർക്ക് നമ്മുടെ ഉള്ളിന്റെ അകത്തളങ്ങളിലുള്ളത് എന്താണെന്ന് ശരിക്കും അറിഞ്ഞുകൂടാ. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുകയില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. നമ്മുടെ വാക്കുകൾ സത്യസന്ധതയുള്ള വാക്കുകളായിരിക്കണം. സ്തോത്രം. മിസ്ലീഡിങ് വേർഡ്സ് നമ്മുടെ വായിൽ നിന്ന് വരരുത്. സ്തോത്രം. അത് സത്യസന്ധമായും അതൊരു ചതിയാണ്. നമ്മൾ പുറത്തൊന്ന് പറയുകയും അകത്ത്
മറ്റൊന്ന് കരുതുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ചതിയാണ്. ചതിയുള്ളവരെ ദൈവം സ്നേഹിക്കുമോ? ഇല്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം അല്പം കഠിനമായിട്ട് പറയുന്ന ഒരു വാക്ക് പ്രയോഗമുണ്ട്. വക്രനോട് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. എന്താ ദൈവത്തിന് വക്രനാകാൻ പറ്റുമോ? സ്തോത്രം. നമ്മുടെ നാട്ടിലെ ഒരു പദപ്രയോഗം പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഓടി വന്നത്, അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. സ്തോത്രം. പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്ന. നമ്മള് നമ്മുടെ വാക്കുകളിലൂടെ മാനിപ്പുലേറ്റ് ചെയ്താല്, സ്തോത്രം, അതിനെ ചോദ്യം ചെയ്യുന്ന, അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പദപ്രയോഗങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ വാക്കുകൾ എപ്പോഴും അകവും പുറവും ഒരുപോലെ ആയിരിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ സങ്കീർത്തനത്തിൽ അത് 1-2 പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്. സ്തോത്രം. അത് പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. നമ്മുടെ വാക്കുകൾ എപ്പോഴും നേരുള്ളതായിരിക്കണം. സ്തോത്രം. 15-ാമത്തെ സങ്കീർത്തനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുക, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? സ്തോത്രം. നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ നിൽക്കും? സ്തോത്രം. എന്നിട്ട് എന്തു പറയുന്നേ? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. നാവ് കൊണ്ട് എടുത്തു പറയാ. രണ്ടാമത് പറയാ, നാവ് കൊണ്ട് കുരള പറയാതെ. ആദ്യം പറഞ്ഞു ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. രണ്ടാമത് പറയുക നാവ് കൊണ്ട് കുരള പറയാതെ. അതുപോലെ എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം അതിനകത്തുണ്ടോന്നും നിങ്ങൾ നോക്കി നോക്കണം. സ്തോത്രം. അപ്പോൾ ഈ നാവ് വഞ്ചിക്കുന്ന നാവ്. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ നാവിനെ കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയാ, ഒരുവൻ തന്റെ നാക്കിനെ സൂക്ഷിക്കാൻ പഠിച്ചാൽ അവൻ ലോകം മൊത്തം സൂക്ഷിക്കാൻ പഠിച്ചവനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ എൻ്റെ നാവുകളെ, സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന പോലെ, എൻ്റെ കർത്താവേ എൻ്റെ അധരങ്ങൾക്ക് ഒരു കാവൽ നിർത്തണം. സ്തോത്രം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ നാവുകളാ പലപ്പോഴും നമുക്ക് വിനയായി തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ നാവുകളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവേ ഈ നാവുകൾക്ക് അവിടെ നിന്ന് ഒരു കാവൽ നിർത്തണം. സ്തോത്രം. അരുതാത്തൊന്നും എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടരുത്. എൻ്റെ നാവും എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തികളും എൻ്റെ ഹൃദയത്തിൻ്റെ മെഡിറ്റേഷൻസ് എല്ലാം കർത്താവ് ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്നതായി ദൈവം എല്ലാം കാണുമ്പോൾ അത് ഏറ്റവും ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ എന്നിന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അടുത്ത് പറയുകയാണ്, മുമ്പോട്ട് പോകുമ്പം നമ്മൾ കാണുന്നു 4-ാമത്തെ വാക്യം. അതിന് മുമ്പ് 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ അത് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടൊരു എന്താ പറയുന്നത്, ആ മീനിങ് വരുന്നില്ല. സ്തോത്രം. അവിടെ പറയുന്നത് ഞാൻ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ എന്നെ അങ്ങിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സ്തോത്രം. പക്ഷേ ഹീബ്രുവില് അതിനെ ഒന്നും കൂടെ എടുത്ത് ഞാൻ അതിനെ ഒന്നും കൂടെ വിശകലനം ചെയ്തു. കാരണം ചില സമയത്ത് ഈ മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം വരുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്, ഏതാ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന്. സ്തോത്രം. എടുത്തു നോക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം, ഞാൻ ഐ അറേഞ്ച് ഇറ്റ് ഇൻ ഓർഡർ എന്ന ആ വാക്കിന്റെ ശരിയായ മൂലപദത്തിന്റെ അർത്ഥം. ഈ അതിനുവേണ്ടി ഒരുക്കുക, അറേഞ്ച് ചെയ്യുക, ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഇതേ പദപ്രയോഗം കാണുന്ന മറ്റൊരു വേദഭാഗമുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? സ്തോത്രം. ഏലിയാവ് യാഗപീഠം പുതുക്കി പണിയുന്ന, സ്തോത്രം, ആ ഇൻസിഡന്റില് ഇതേ പദത്തെ പ്രയോഗപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്തോത്രം. ദൈവവചനം പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണമെന്നൊക്കെയാണ് ഞങ്ങളെ ഹോമിലിറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റ്, ആ പദത്തിനുള്ള അർത്ഥത്തിന്റെ അതിന്റെ അർത്ഥ തലങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരും. ഏലിയാവിന്റെ ആ ഒരു അനുഭവം നോക്കിക്കേ. ഏലിയാവ് നോക്കുമ്പോൾ കാണുകയാ ആലയം, സ്തോത്രം, യാഗപീഠം എല്ലാം തകർന്നു കിടക്കുകയാ. എന്നാൽ തകർന്നു കിടക്കുന്നിടത്തോട്ട് കൊണ്ടുപോയി ഒരു യാഗം അങ്ങ് കഴിച്ചിട്ട് പോരാം, ദൈവം വേണമെങ്കിൽ കേൾക്കട്ടെ, ദൈവം അവിടെയും പ്രവർത്തിക്കാൻ ശക്തനാണെന്നാണോ ഏലിയാവ് കരുതുന്നേ? അല്ല. ഏലിയാവ് അവിടെ ചെന്ന് അങ്ങനെ ദൈവത്തിന്റെ വചനം ചട്ടപ്രകാരം പറയുന്നുവോ അതുപോലെ അതിനെ കെട്ടുകയാ. അറേഞ്ചിങ് ഇറ്റ് ഇൻ ഓർഡർ. സ്തോത്രം. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അതെന്നോട്
ചേർന്ന് പറ്റുകയില്ല. സ്തോത്രം. ചിലതിനെ വെറുക്കാൻ, ചിലത് ശരിയല്ലെന്ന് തിരിച്ചറിയാൻ, ശരിയല്ലെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ ശരിയാക്കാൻ എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും തയ്യാറാകണം. എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അല്ലാത്ത പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുകയില്ല. ശരിയാക്കാത്ത, സ്തോത്രം, ഓർഡറിലോട്ട് കൊണ്ടുവരുവാൻ തയ്യാറല്ലാത്ത, ഓർഡർലെസ് ആയിട്ട് കിടക്കുന്ന ഇടത്ത് നിന്ന് ദൈവം കേട്ടോളൂ എന്നുള്ള ധൈര്യത്തോടെയുള്ള പ്രാർത്ഥന മണ്ടത്തരമാണ്. നമ്മൾ ആദ്യം അതിനെ പുട്ട് ഇറ്റ് ഇൻ ടു ഓർഡർ ആകണം, സെറ്റ് ഇറ്റ് ഇൻ ടു ഓർഡർ ആകണം. അതിനെ ക്രമീകരിക്കണം, ഒരുക്കി കാത്തിരിക്കണം, ഒരുക്കണം. ചില കാര്യങ്ങൾ ജീവിതത്തിലും ചിന്തിച്ചു നോക്കിയേ. ക്രമം കെട്ട അനുഭവങ്ങൾ, തകർന്നു കിടക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടോ? ദൈവം ചില ക്രമീകരണത്തിന് വേണ്ടി വിളിക്കുക. സ്തോത്രം. ചില ക്രമീകരണത്തിന് വേണ്ടി, ചിലതിനൊക്കെ ഒന്ന് ഓർഡർ ആക്കാൻ വേണ്ടി ദൈവം വിളിക്കുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ സമർപ്പിക്കാം. ചിലതൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് അടുത്ത് പറയുക. 4 മുതൽ, ഞാൻ വേഗം പോകുക, സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട്, 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടനെ ദൈവം എങ്ങനെ നോക്കിക്കാണുന്നു, ദുഷ്ടതയെ ദൈവം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള സങ്കീർത്തനക്കാരൻ്റെ റിഫ്ലക്ഷനാ. അവൻ്റെ വീണ്ടും വിചാരം, അല്ലെങ്കിൽ അവൻ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുക. സ്തോത്രം. ഒന്ന് ഓടി വായിച്ചു പോകാം. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. നോക്കുക. അറ്റ് എനി കോസ്റ്റ് ദൈവം ദുഷ്ടതയിൽ പ്രസാദിക്കത്തില്ല. നമ്മളതിനെ എത്രയെല്ലാം ഷുഗർ കോട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ദുഷ്ടത ഈസ് ദുഷ്ടത ഫോർ ഗോഡ്. ദുഷ്ടത എന്ന് പറയുന്നത് ദുഷ്ടത തന്നെയാണ് ദൈവത്തിന്. അതിന് ദൈവം അതിനെ എന്താ പറയുന്നത്, ഇച്ചിരി പഞ്ചസാര മിക്സ് ചെയ്തിട്ട് അതിനെ മധുരമാക്കത്തൊന്നുമില്ല. ഇറ്റ് ഈസ് ദുഷ്ടത. ദുഷ്ടതയെ ദൈവം വെറുക്കുന്നു. അടുത്തത്, ദുഷ്ടൻ നിന്നോട് ചേർന്ന് പറ്റുകയില്ല, അല്ലെങ്കിൽ നിന്റെ കൂടെ പാർക്കയില്ല. സ്തോത്രം. ദുഷ്ടതയും പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൂടെ പാർക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കൂടെ പാർക്കണമെങ്കിൽ ഏത് ചെയ്തോണം? സിമ്പിളായിട്ട് പറയുക, ദുഷ്ടതയെ എറിഞ്ഞു കളയണം. സ്തോത്രം. അടുത്തത്, അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു. അടുത്ത പറയുക, ഭോഷ്ക് പറയുന്നവരെ, വീണ്ടും കണ്ടോ നാവ്, ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. ഈ വചനത്തിന്റെ ബേസിസിൽ ഞാൻ പറഞ്ഞ ചില കള്ളത്തരങ്ങൾ നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായി തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ നാവ് ഭോഷ്കിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ് അതിന്റെ ഫലം. സ്തോത്രം. നാളെ അത് നമുക്ക് നാശത്തിന് കാരണമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ നാവിനെ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കണം. ഭോഷ്ക് ഉപയോഗിക്കരുത്. അടുത്തത്, രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാന്നാ പറയുന്നത്. സ്തോത്രം. ഞാൻ ഇന്നലെ ശീതളിനോട് ഞങ്ങളിങ്ങനെ ഈ വാക്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഈ അറപ്പിന് എന്തോ ഇംഗ്ലീഷിൽ പറയുന്നത് എനിക്കറിയത്തില്ല. ഹെയ്റ്റഡ് എന്ന് പറഞ്ഞാൽ പോരാ. സ്തോത്രം. നമുക്ക് വെറുപ്പെന്ന് പറഞ്ഞാൽ പോരാ. സ്തോത്രം. കാണുമ്പോൾ അറപ്പ്. അപ്പം ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു എക്സാമ്പിൾ അത് പറയാൻ വേണ്ടി അത് പറഞ്ഞേ. സ്തോത്രം. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിള്, നമുക്ക് ഈ കുപ്പയൊക്കെയുള്ള ഓവുചാല് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അറപ്പില്ലേ, അതിനെ അറപ്പെന്ന് പറയുന്നത്. അടുത്ത് പോവോ? എത്ര വിലപ്പെട്ടാണല്ലോ അതിനകത്ത് പോയാൽ നമ്മൾ സത്യമായിട്ടൊന്നും മടിക്കുകയല്ല അതിൽ നിന്ന് അതെടുക്കാൻ, അല്ലേ? സ്തോത്രം. അത് അറപ്പ്. ദൈവത്തിന് അങ്ങനെ ഒരു അറപ്പാന്നൊക്കെ പറഞ്ഞാല് ഒന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയമുള്ളവരെ. രക്തപാതകം, അവിടെ ഹീബ്രുവിൽ വായിക്കുമ്പോൾ കുറച്ചും കൂടെ രക്തപാതകവും ചതിവും ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഉള്ളവനല്ല. ഒന്നും അല്ലെങ്കിൽ രക്തപാതകം ഉള്ളവനെ ദൈവം വെറുക്കുന്നു, ചതിക്കുന്നവനെ ദൈവത്തിന് അറപ്പാണെന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? സ്തോത്രം. ഞാൻ പറയുക, നമ്മുടെ വീടിനകത്തു പോലും നമ്മൾ സത്യം സംസാരിക്കണം. സ്തോത്രം. കാരണം ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. എൻ്റെ കുഞ്ഞിനോട് ഞാൻ എപ്പോഴും ചോദിക്കും, അഡോണിയോട്, യു ട്രസ്റ്റ് മീ, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കള്ളം പറയലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഞാനൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ആ ഒരു ധൈര്യം, സ്തോത്രം, ആ ഒരു ധൈര്യമുള്ള വാക്ക്, ആ ഒരു ഉറപ്പ് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് കിട്ടുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം നമ്മുടെ ജീവിതം. ചതിവുണ്ടാകരുത്. അടുത്ത് പറയുക, മുമ്പോട്ട് പോകുക. സ്തോത്രം. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുക, 7-8 വാക്യങ്ങൾ ഈ ദൈവം എങ്ങനെയാ ദുഷ്ടതയെ നോക്കി കാണുന്നതെന്ന് നോക്കിയിട്ട് സങ്കീർത്തനക്കാരൻ തന്നെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന. എന്നിട്ട് പറയുക, ഞാനോ കർത്താവേ, അങ്ങ് ഇങ്ങനെയാ ദുഷ്ടതയോടുള്ള ബന്ധത്തിൽ വരുമ്പം, തെറ്റിനോടുള്ള ബന്ധത്തിൽ വരുമ്പം നിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാ. അപ്പം ഞാൻ എന്ത് ചെയ്യും?
നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് വരും. ഒന്നാമത്തെ കാര്യം. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഇതേ വാക്ക് നമ്മളോട് ഇടപെട്ടു. ചില വിഷയങ്ങളിൽ മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ചില വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വരണം? എവിടെ വരണം? ദൈവത്തിന്റെ ആലയത്തിനകത്ത് വരണം. ആലയത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, ഒരു മാറ്റത്തിന് വേണ്ടി പ്രതീക്ഷിച്ചാൽ നടക്കത്തില്ല. ഓക്കെ, അവൻ ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വത്താൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്നു. എന്നിട്ട് പറയുക, നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. അതിനെ കുറച്ചും കൂടെ ഇലോബറേറ്റ് ചെയ്ത് പറയേണ്ട ഒരു വേർഡാ. അവിടെ പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ഭക്തി എന്നാണ് വായിക്കുന്നത്. നമുക്ക് പലപ്പോഴും അതല്പം വില കുറഞ്ഞ അല്ലെങ്കിൽ അല്പം ഭീകരത കുറഞ്ഞ വാക്കാ. പക്ഷെ അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിലോട്ട് പോകുമ്പോൾ ഇൻ ദ ഫിയർ ഓഫ് യു നാ, ഇൻ ദ ഭയത്തില്. എങ്ങനെയാ ഭയം ഉണ്ടാകുന്ന ദൈവസന്നിധിയില്? ഇത് കേൾക്കുമ്പോൾ ഭയക്കണം. ഒന്ന്, കർത്താവേ, നീ ദുഷ്ടൻ നിന്റെ കൂടെ പാർക്കത്തില്ല. ഞെട്ടിയിട്ട് പറയണോ, എൻ്റെ അടുത്ത് ദുഷ്ടതയുണ്ടോ? കള്ളത്തരം പറയുന്നവനെ നീ സ്വീകരിക്കത്തില്ല. ഞെട്ടിയിട്ട് പറയണം, കർത്താവേ, എൻ്റെ അടുത്ത് കള്ളത്തരമുണ്ടോ? ചതിക്കുന്നവന്റെ കൂടെ ദൈവം വസിക്കത്തില്ല. ഞെട്ടിത്തരിച്ച് ചോദിക്കണം, കർത്താവേ, ഭയത്തോടെ വിറയലോടെ ദൈവസന്നിധി ചെന്നിട്ട് ചോദിക്കണം, അപ്പാ, എൻ്റെ ജീവിതത്തിൽ അതുണ്ടോ? രക്തപാതകം എൻ്റെ ജീവിതത്തിലുണ്ടോ? സ്തോത്രം. അതാ ഭയം എന്ന് പറയുന്നത്. ദൈവം ഇങ്ങനെയാണെന്ന് കാണുമ്പോൾ അയ്യോ, എൻ്റെ ജീവിതത്തിൽ അതുണ്ടോ എന്നുള്ള ഒരു വളരെ ഭയത്തോടെയുള്ള ഒരു സെൽഫ് എക്സാമിനേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. മുമ്പോട്ട് പോകുകയാ. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ പറയാം, യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ, എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ, എന്നെ നിന്റെ വഴി നടക്കാൻ സഹായിക്കണേ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കാരണം ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ സ്തോത്രം, ഈ പാതയിൽ നിന്ന് മാറിപ്പോകാനുള്ള ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. സ്തോത്രം. നമ്മൾ ഈ പറഞ്ഞ നേരത്തെ അബോമിനേഷനായിട്ട് പറഞ്ഞ, ദൈവം അറയ്ക്കുന്ന, ദൈവം വെറുക്കുന്ന കാര്യങ്ങളായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തില് വരാൻ, ഉറങ്ങിപ്പോയോ? ഹലോ, വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് അങ്ങയുടെ വഴി നടക്കണം, അതിനെന്നെ സഹായിക്കണം. ഹല്ലേലൂയ. അതാ പ്രാർത്ഥന. ദൈവം എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ, ദൈവത്തിന്റെ ക്യാരക്ടർ കാണുമ്പോൾ, ഞാൻ ആ ക്യാരക്ടറിനോട് അനുരൂപനായി തീരുവാൻ ഞാൻ എന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 9-ാമത്തെ വാക്യം പ്രധാനമായിട്ടും സ്തോത്രം ദുഷ്ടന്മാരുടെ പ്രത്യേകത പറയുകയാണ്. അവരുടെ വായിൽ, വീണ്ടും പറയുന്നത് കേട്ടോ, അതാ ഞാൻ പറഞ്ഞു, ഈ സങ്കീർത്തനത്തിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന് നോക്കിയേ. അവരുടെ വായിൽ ഒട്ടും നേരില്ലെന്നാ പറയുന്നത്. അടുത്തത്, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. വായിച്ചവരോട് ചോദിക്കട്ടെ, എന്തുവാ നാശകൂപം എന്ന് പറഞ്ഞാൽ? നാശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കൂപം എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്തോത്രം. പലപ്പോഴും ദൈവവചനം ഇങ്ങനെ നമ്മൾ വായിച്ചു പോവുക. കൂപം എന്ന് പറഞ്ഞാൽ കിണറെന്നാ, നാശത്തിന്റെ കുഴിയാണെന്നാ. സ്തോത്രം, സ്തോത്രം. പ്രേതക്കുഴി, നാശത്തിലേക്ക്. അവരുടെ വായുടെ ഉദ്ദേശം എന്തേ ഉള്ളൂ? നമ്മളെ എങ്ങനെയും നാശത്തിൽ കൊണ്ടുപോയിടുക. അടുത്തത്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയ. നാവ് കൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ദുഷ്ടന്റെ പ്രത്യേകത പറയുക, നമ്മളെ കുറിച്ചാകരുത് ഈ പ്രത്യേകത. നമ്മുടെ വാക്ക് വലിയ മധുരമുള്ളതും തേനൊലിക്കുന്നതും, സ്തോത്രം, അകത്ത് മുഴുവൻ കയ്പും, എങ്ങനെയും ഇവനെ പൊട്ടക്കുഴിയിൽ ഇടാൻ. സ്തോത്രം. മനസ്സിലാകുന്നോ? അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് വളരെ ശക്തമായിട്ട് ഇടപെടുന്ന ഒരു മേഖലയാ. നമ്മുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിക്കുക. ഓടിപ്പോകുക. സ്തോത്രം. 10-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ സെന്റൻസ് മാത്രം ഞാൻ വായിക്കുക. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. ഒരു പ്രാർത്ഥനയാ, പക്ഷെ ഇതൊരു സത്യമാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ രീതികൾ, നമ്മുടെ ആലോചനകൾ ചില സമയങ്ങളിൽ നാം ദൈവഹിതപ്രകാരമുള്ള വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു വീഴ്ചയ്ക്ക് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്ന ഒരു കാര്യമാണ്. ചില ആലോചനകൾ, ചില തീരുമാനങ്ങൾ
തെറ്റായിട്ട് നാം എടുക്കുന്നത് കൊണ്ട് സ്തോത്രം അതിൻ്റെ അന്ത്യം വീഴ്ചയായി, സ്തോത്രം അതിൻ്റെ അന്ത്യം നാശമായി തീരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആലോചനകൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. ആലോചിക്കുന്നതിന് മുന്നേ ജീവിതം ക്രമത്തിലാക്കണം. സ്തോത്രം. കാരണം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ ഞങ്ങളിരുന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങൾ 3 പേര്, ശീതളും ഡേവിഡ്, സോനു ഒക്കെ കൂടെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നമ്മൾ ചില സമയത്ത് നമ്മുടെ വഴികളിൽ നമ്മുടെ ആലോചനകളിൽ ഒത്തിരി അങ്ങ് മുൻപേ പോകും. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്ന അല്പം വ്യത്യസ്തമായിരിക്കും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ മടങ്ങി റൈറ്റ് പോയിന്റിൽ എത്തിയിട്ടേ ഉള്ളൂ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ പിന്നെ നടക്കാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും ലോങ് വേ പോയി കഴിയുമ്പോൾ തിരിച്ചു വരാനുണ്ടല്ലോ, ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. തിരിച്ച് ആ റൈറ്റ് പോയിന്റിലോട്ട് വരാൻ നമ്മൾ മടിക്കും. കാരണം അത് വീണ്ടും ഒത്തിരി ഉണ്ട് തിരിച്ചു വരാൻ. എന്നിട്ട് നമ്മൾ നമ്മുടെ വഴി തന്നെ നടക്കുന്നത് കണ്ടിന്യൂ ചെയ്യും. അവസാനം നാശത്തിൻ്റെ വഴികളാണ്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചു വരണം. അതിനാ റിപ്പൻറ്റൻസ് എന്നുള്ള വാക്ക് വളരെ വളരെ പ്രസക്തമാകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ടത്, റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞ ഒരു യൂ ടേൺ എടുക്കാൻ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും നമുക്ക് യൂ ടേൺ എടുക്കാൻ മനസ്സില്ലാതെ, സ്തോത്രം, നമ്മൾ കുറച്ച് ഡൈവേഷൻ എടുക്കാൻ നമ്മൾ റെഡിയാ. പക്ഷെ ഡൈവേഷൻ എടുത്താലും ദൈവത്തിൻ്റെ പോയിന്റിലെത്താൻ നമുക്ക് പറ്റത്തില്ല. ഡൈവേഷൻ അല്ല വേണ്ടത്, സ്തോത്രം, നമുക്കൊരു യൂ ടേൺ ആ വേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ സന്ധ്യാസമയത്ത് ദൈവം വളരെ ശക്തമായിട്ട് ഇടപെട്ട അതിനൊരു ചെറിയൊരു ഉദാഹരണം കൂടെ, അതെങ്ങനെ എന്നെ സ്വാധീനിച്ചെന്ന് പറയാൻ. ഞങ്ങൾ സൺഡേ സ്കൂളിന് വേണ്ടി കടന്നു വന്നപ്പോൾ ഞാൻ ശീതലിനോട് പറഞ്ഞു, പെട്ടെന്ന് ആരെക്കുറിച്ചായിരുന്നു പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ദൈവം പറഞ്ഞു, സാംസണെ കുറിച്ച് പഠിപ്പിക്കണമെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പം വിജയ് ഭാസ്കർ ഉണ്ട്, അദ്ദേഹം സൺഡേ സ്കൂളിന് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഞാൻ ക്ലാസ് എടുത്തില്ല. പക്ഷെ പുറത്തങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഇവരോട് 2 പേരോട് ചോദിച്ചു, നിങ്ങൾ സാംസണെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അവന് ദൈവം കൊടുത്ത ഹയ്യസ്റ്റ് ഗിഫ്റ്റ് എന്താ എന്ന് ചോദിച്ചു. ആ വാക്ക് സാംസൺ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു കുത്തുകൊള്ളുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നാൻ എനിക്ക് ഉറപ്പുണ്ട്, മാനുഷികമായിട്ട് വന്നതല്ല. അതിനൊരു കൺഫർമേഷനായിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ, സ്തോത്രം, ഞങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വന്ന ചില ചിന്തകളാണ് അതിനോട് ചേർന്ന് പോകുന്ന ഈ സങ്കീർത്തനം. സ്തോത്രം. നമ്മുടെ ആലോചനകളിൽ നമ്മൾ തുടർന്നു പോകുവാൻ ശ്രമിക്കുന്നെങ്കിൽ, സ്തോത്രം, ചിലപ്പോൾ അതിൻ്റെ അന്തം വിനാശമായിരിക്കും. മറിച്ച് ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് നമ്മൾ മടങ്ങി വരുന്നെങ്കിൽ അതിൻ്റെ അന്തം മനോഹരമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ആലോചനകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വഴികളെ ഒന്നും കൂടെ പരിശോധിക്കാം. മടങ്ങി വരേണ്ട മേഖലകളിൽ മടങ്ങി വരാം. ഇല്ലെങ്കിൽ ആ വാക്യത്തിന്റെ അവസാന ഭാഗം, നിന്നോടല്ലോ അവർ മത്സരിക്കുന്നത്. ഞാൻ അത് എടുത്തങ്ങ് പോകുകയാ. സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ മടങ്ങി വരുന്നില്ലെങ്കിൽ നമ്മുടെ മത്സരം ആരോടാ? മനുഷ്യരോടൊന്നുമല്ല, നമ്മൾ ദൈവത്തോടാണ് മത്സരിക്കുന്നത്. സ്തോത്രം. തുറന്നു പോകുക. 2 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ, വായിച്ചാട്ടെ, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ശരണം പ്രാപിക്കണം. ദൈവത്തിൽ ശരണം പ്രാപിക്കണമെങ്കിൽ നമ്മൾ സന്തോഷിക്കുവാനിടയായി തീരും. സ്തോത്രം. നീ അവരെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മളെ പാലിക്കുന്നത് ആരാ? ദൈവം നമ്മളെ പാലിക്കും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ പാലിക്കും. സ്തോത്രം. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും, ചില സമയങ്ങൾ മാത്രമല്ല, എപ്പോഴും ആനന്ദിച്ച്, ആർക്കും, സ്തോത്രം, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, ഒന്ന് പറഞ്ഞേ, യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. നീതി ചെയ്യാൻ നമ്മൾ ഇന്ന് കേട്ട ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പാ, ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ഈ രീതിയിലൊക്കെ ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നേ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കിങ്ങനെ ഒരു ആലോചന തരുമ്പോൾ യാതൊരു മുൻവിധികളുമില്ലാതെ, യാതൊരു വേണ്ടാത്ത ചിന്തകളില്ലാതെ ഞാൻ ആത്മാർത്ഥമായി ഇതിനെ സ്വീകരിച്ച് ഈ വഴികളിൽ നടപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇനി ഞാൻ നീതിമാനായി ജീവിക്കുമെന്ന് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ നീതീകരിക്കും. സ്തോത്രം. നീതിമാനെ ദൈവം അനുഗ്രഹിക്കും. എന്നിട്ട് പറയുക, പരിച കൊണ്ടെന്ന പോലെ നിദയ കൊണ്ട് അവനെ മറയ്ക്കും. ദൈവത്തിൻ്റെ മറവിൽ ശരണം പ്രാപിച്ച് നിത്യം കർത്താവിന് വേണ്ടി ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.